കൺസൾട്ടേഷന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന പല പേരൻസും പേരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു പരിധിവരെ കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നുമുണ്ട്. പക്ഷേ ഈ ഇൻഫർമേഷൻ കൂടുന്തോറും എന്താണെന്നറിയാമോ, കൺഫ്യൂഷൻ കൂടും. അപ്പോൾ ഇപ്പോഴത്തെ യങ് പേരൻസിന് സംഭവിക്കുന്നത് അതാണെന്ന് തോന്നുന്നു. ധാരാളം ഏരിയാസിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പേരൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. പേരൻറ്റിങ്ങിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണക്ഷൻ ബിഫോർ കറക്ഷൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാം. അത് ഓരോ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ 0 to 3 ഇയറിൽ എങ്ങനെയാണോ കുട്ടിയായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അതേപോലെ അല്ല 3 to 5 ഇയറിൽ വേണ്ടത്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മായ നായർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഏതാണ്ട് 15-20 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. എൻ്റെ അടുത്ത് ധാരാളം ഇങ്ങനെയുള്ള കേസസ് കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ടും അതല്ലെങ്കിൽ അഡൽസിൻ്റെ പല പല സൈക്കോളജിക്കൽ ഇഷ്യൂസും ഒക്കെ വരാറുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഓഫ് കൺസേൺസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 0 to 3 ഇയർ ഓഫ് ഏജിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പം അത് ഏറ്റവും ടെൻഡർ ഇയേഴ്സ് ഓഫ് ഒരു ലൈഫാണ്. ഈ ഒരു സമയത്ത് ഒരു പേരൻറ്റിൻ്റെ ഒരു കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം അതിൽ മെയിനായിട്ടുള്ളത് ഒരു ഫിസിക്കൽ കണക്ഷനാണ്. ഫിസിക്കൽ കണക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് അറിയാം, അതായത് ഒരു ന്യൂ ബോൺ ബേബിയെ നമ്മൾ എത്ര സമയം കൂടുതൽ കൂടെ കിടത്തുന്നു, മടിയിലിരുത്തുന്നു, അതുപോലെ തലോടുന്നു, തഴുകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കൽ കണക്ഷനിൽ വരുന്നതാണ്. പക്ഷേ ഈ ഫിസിക്കൽ കണക്ഷൻ അല്ലാതെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ പല പല രീതിയിലുള്ള ഒരു കണക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ കുട്ടിയായിട്ട് സംസാരിക്കുക, അതായത് ഈവൻ ദോ ഒരു ന്യൂ ബോൺ ബേബി ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അങ്ങോട്ടേക്ക് സംസാരിക്കുന്നത് കുട്ടിയുടെ ഇമോഷണൽ സെൻറ്ററിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പല റിസർച്ച് സ്റ്റഡീസും കാണിക്കുന്നത് നമ്മൾ താരാട്ട് പാടുന്നത് കുട്ടിയുടെ ഒരു ഇമോഷണൽ സെൻറ്ററിൽ കൂടുതൽ ന്യൂ സെൽസ് ഫോം ചെയ്യാനും ഉള്ള സെൽസിനെ കൂടുതൽ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടിയുടെ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അങ്ങോട്ടേക്ക് നടത്തുന്നത് നമ്മളുടെ ശബ്ദം കുട്ടിക്ക് കൂടുതൽ ഫെമിലിയർ ആവാനും ആ ശബ്ദത്തിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഫിസിക്കൽ കണക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അടുത്തത് ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് ഒരു കുഞ്ഞു കുട്ടിയായിട്ട്, അതായത് ഒരു 1 ഇയറിൽ താഴെയുള്ളൊരു കുട്ടിയോട് സംസാരിക്കുമ്പം കഴിയുന്നതും നമ്മൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ കുട്ടിക്ക് ഇപ്പം നമ്മൾ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം കുട്ടിയും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വലുതാണ്. അപ്പോൾ കഴിയുന്നതും കൊച്ചു കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പം അവരുടെ ഒപ്പം അവരുടെ അതേ സ്പേസിൽ ഇരുന്ന് അവരുടെ ആ ഒരു ഐ ലെവലിലേക്ക് നമ്മളും ഒന്ന് താഴ്ന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോഴും ആ ഐ കോണ്ടാക്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് കുട്ടിയായിട്ട് നമ്മളുടെ കണക്ഷൻ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? പലപ്പോഴും തോന്നിയിട്ടില്ലേ, കുട്ടികളുടെ പല ആവശ്യങ്ങളും പലപ്പോഴും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതെയും വരുന്നുണ്ടാവും, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ആ ഒരു 0 to 3 ഇയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജാണ്. ആ സമയത്താണ് കുട്ടിക്ക് പേരൻറ്റുമായിട്ടുള്ള ട്രസ്റ്റ് ഉണ്ടാവേണ്ടത്. ഈ ട്രസ്റ്റ് എന്ന് പറയണത് കുട്ടിയുടെ ആവശ്യങ്ങൾ കുട്ടി പറയാതെ തന്നെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല ആദ്യത്തെ ഒരു 1 ഇയർ എന്ന് പറയുന്നത്. അപ്പം അവർ പലപ്പോഴും ഒരു നോൺ വെർബൽ ക്യൂസ് ആയിരിക്കും നമുക്ക് തരുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 1 മന്ത് എന്നൊക്കെ പറയുമ്പോൾ കരച്ചിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ കരച്ചിലിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഈ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മൾക്ക് കുട്ടിയെ നന്നായിട്ട് വളരെ കീനായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ചിലപ്പോൾ അവർ കരയുന്നത് വിശന്നിട്ടായിരിക്കാം, ചിലപ്പോൾ കരയുന്നത് ഉറക്കം വന്നിട്ടായിരിക്കാം, ചിലപ്പോൾ കരയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറയുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ മൂലമായിരിക്കാം ഒരു കുട്ടി ഇങ്ങനെയുള്ള ചില റിയാക്ഷൻസ് തരുന്നത്. അപ്പം അത് നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചിട്ട് അവിടെ ഒരു സപ്പോർട്ടും കെയറും കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഇനീഷ്യൽ ഫേസിൽ. പിന്നെ കുട്ടി കുറച്ചുകൂടി വളർന്നതിന് ശേഷം, ലൈക്ക് ഒരു 1 ഇയറിനൊക്കെ ശേഷം ചിലപ്പോൾ ചില വാക്കുകൾ മാത്രമായിരിക്കും അവർക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ആ വാക്കുകളുടെ മീനിങ് എന്താണെന്നും അത് എന്തുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചില ടാൻഡ്രംസ് ഉണ്ടാക്കുന്നത് അതിന് കാരണം എന്താണ്, അതിനുള്ള ട്രിഗർ എന്താണ്
എന്തുകൊണ്ടാണ് കുട്ടി അവിടെ വാശി പിടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ് കുട്ടിയുടെ അടുത്ത് നടത്തുന്നത് എങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ പിന്നീട് പേരന്റിങ് കുറച്ചുകൂടി ഈസി ആവുക ചെയ്യുന്നത്. കാരണം പേരന്റിനോട് കുട്ടിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഈസിലി നമ്മൾക്ക് കുട്ടിയെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനും അതുപോലെ അനുസരണയൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അത് ഭയങ്കര ഈസി ആവും. അപ്പം ഒരു ട്രസ്റ്റ് ഒരു ബേസിക് ഒരു ഫാക്ടറാണ്. പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് കളിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് കുട്ടിയായിട്ട് അൺകണ്ടീഷണലി നമ്മൾ കുറച്ച് പ്ലേ ടൈം വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം നിന്റെ കൂടെ കളിക്കാം എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻഡ് പ്ലേ അല്ലാതെ എപ്പോഴൊക്കെ നമുക്ക് ടൈം കിട്ടുന്നു, എപ്പോഴൊക്കെ നമ്മൾ ഫ്രീ ആവുന്നു, ആ സമയത്ത് നമ്മളുടെ ഗാഡ്ജറ്റ്സും നമ്മളുടെ ബാക്കിയുള്ള നമ്മളുടെ അറ്റൻഷൻ എടുക്കുന്ന രീതിയിലുള്ള മറ്റു സാധനങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം കുട്ടിയുടെ ഒപ്പം കുറച്ച് സമയം അൺകണ്ടീഷണലി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അപ്പൊ അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, പല രീതിയിലുള്ള കളികൾ. അതായത് ഓരോ പ്രായത്തിലും ഏതൊക്കെ രീതിയിലുള്ള കളികളാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് കളികളെ കുറിച്ചൊരു ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഇടുന്നുണ്ട്. കാരണം കളികൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു നല്ലൊരു സെൻസറി സ്റ്റിമുലന്റ് ആണ് ആക്ച്വലി കളികൾ. അപ്പം ഈ 0 to 1 ഇയറിലൊക്കെ നമ്മൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പല ഷേപ്സിലുള്ള കല്ലുകള്, പല ഷേപ്സിലുള്ള ഇലകള്, അതുപോലെ പല പല എന്താ പറയുക കൺസിസ്റ്റൻസിയിലും ടെക്സ്ചറിലും ഉള്ള പ്ലേ മെറ്റീരിയൽസ്, ഇതൊക്കെ അവർക്ക് കയ്യിൽ പിടിക്കാനും അല്ലെങ്കിൽ പല പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടോയ്സ്, പല കളേഴ്സ് ഉള്ള ടോയ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കളികൾ കുട്ടികളെ നന്നായിട്ട് സെൻസറി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും, സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും പിന്നീട് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് മാത്രമല്ല, അങ്ങനെ കൂടുതൽ സമയം കുട്ടിയുടെ ഒപ്പം ഇരിക്കുകയും കളിക്കുകയും ചെയ്യുമ്പം അത് കുട്ടിക്കും പേരൻറ്റിനും തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു പ്രായത്തിൽ ഉള്ള മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് കൊടുക്കുക, അതുപോലെ അവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ്. ഈ രണ്ട് കാര്യങ്ങളും ആക്ച്വലി പേരൻറ്റും കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്നല്ലേ, അതായത് ഈ ഭക്ഷണം കൊടുക്കുമ്പം എപ്പോഴും നമ്മുടെ കുട്ടിയായിട്ടുള്ള ഒരു ഫസ്റ്റ് വൺ തിങ് ഈസ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും കുട്ടിയിലാവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നല്ലതാണ്. ഒരു രീതിയിലും നമ്മളൊരു സ്ക്രീൻ ടൈം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് കയ്യിൽ കൊടുത്തുകൊണ്ടോ ആയിരിക്കരുത് ഭക്ഷണം കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷണത്തിലേക്ക് കുട്ടിക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഈ ഒരു ചെറിയ ഏജിൽ മുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ആണ് ടോയ്ലറ്റ് ട്രെയിനിങ്. ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വലി കുട്ടി ഇപ്പം കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ എണീറ്റിരിക്കാൻ തുടങ്ങുന്ന പോലെയോ ഒക്കെയുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് ആക്ച്വലി ടോയ്ലറ്റ് ട്രെയിനിങ്. അപ്പോൾ അതായത് കുട്ടിയുടെ ബവൽ മൂവ്മെൻറ്റ്സ് കുട്ടിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് ആക്ച്വലി അവർക്കൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്താവുന്നതാണ്. അത് പോട്ടി ട്രെയിനിങ് ആവാം, അതല്ലെങ്കിൽ ടോയ്ലറ്റ് സീറ്റ് വെച്ച് കുട്ടികളുടെ ടോയ്ലറ്റ് സീറ്റ് വെച്ചിട്ട് അങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് നടത്താം. അത് ഏത് രീതിയിലും, അതായതാണ് പേരൻറ്റിന് കൺവീനിയൻ്റ് ആവുന്നത്. ബട്ട് അത് രണ്ടും എന്താ ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ ബവൽ മൂവ്മെൻറ്റ്സിനോട് കുട്ടി പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ഇന്നർ ബോഡി മൂവ്മെൻറ്റ്സിലേക്കുള്ള അവരുടെ അറ്റൻഷൻ കൂടുന്നു ആൻഡ് അതിനോടുള്ള ഒരു റെസ്പോൺസിബിൾ റിയാക്ഷനും ഉണ്ടാകുന്നു. ഇത് രണ്ടും കുട്ടിക്കൊരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കുട്ടി ആ ഒരു മൂവ്മെന്റിലേക്ക് കുട്ടിയുടെ അറ്റൻഷൻ ആക്ച്വലി കുട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു അഡ്വാൻറ്റേജ് അതിലുള്ളത് അത് പേരന്റിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ആ ഒരു കാര്യത്തിൽ പേരന്റിന് അധികം ശ്രദ്ധ കൊടുക്കേണ്ടി വരില്ല, അപ്പൊ ആ സമയം അവിടെ നഷ്ടപ്പെടില്ല. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഫോർ ദ പേരന്റ്. പക്ഷെ അത് കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ കുട്ടിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക കപ്പാസിറ്റിയെ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ആ ഒരു അച്ചീവ്മെന്റിനെ, അതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു പ്ലഷറിനെ നമ്മൾ ആക്ച്വലി ഇല്ലാണ്ടാക്കുകയാണ്. ഇപ്പം കുട്ടി എണീറ്റ് നിൽക്കുമ്പം കുട്ടിക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ്, സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ട്. എണീറ്റ് നിൽക്കാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റും പ്ലഷറും കുട്ടിക്ക് ഒരു പ്രോപ്പറായിട്ട് കുട്ടികളെ സംബന്ധിച്ച് അവർ അപ്പി ഇടുക എന്ന് പറയുന്ന കാര്യം, അപ്പൊ അപ്പി ഇട്ട് കഴിയുമ്പം കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലഷറിനെയാണ് നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നത്.
അപ്പം ആ ഒരു പ്ലഷർ ആക്ച്വലി കുട്ടിയും പേരൻറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഒരു 1 to 3 ഇയർ പ്രായത്തിലുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന മറ്റൊരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റൽ ഫേസാണ് ആക്ച്വലി ഓട്ടോണമി എന്ന് പറയുന്നത്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അതായത് അവർക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നലിലേക്ക് കുട്ടി എത്തുന്നു. അത് അവരുടെ ഒരു ഡെവലപ്മെന്റ്, ഈഗോ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഒരു സെൽഫ് ഐഡന്റിറ്റി അവർ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് ആക്ച്വലി 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള ഒരു മോഡിലേക്ക് കുട്ടി പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും. പ്രത്യേകിച്ചും അത് കൂടുതലും കാണിക്കുക ചെരുപ്പിടാനുള്ള ശ്രമങ്ങൾ, അതുപോലെ ഡ്രസ്സ് ഇടാനുള്ള ശ്രമം, ഡ്രസ്സ് അഴിക്കാനുള്ള ശ്രമങ്ങൾ, കുളിക്കുക, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടി ഞാൻ ചെയ്യാം എന്നുള്ളൊരു മോഡിലേക്ക് മാറാൻ തുടങ്ങും. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് ആക്ച്വലി അവിടെ കുട്ടിക്ക് അമ്മയായിട്ടോ അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള ഒരു കണക്ഷൻ നന്നായിട്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അനുവദിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ചിലപ്പോൾ അത് അനുവദിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാകാം, ചിലപ്പോൾ അവിടെ സേഫ്റ്റി കൺസേൺസ് ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു നോ പറയാതെ കുട്ടിക്ക് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവൻ സ്വയമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഫ്രീഡവും അതുപോലെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ നൽകുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് അവിടെ സ്വയം ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അവന് ആ ഒരു പർട്ടിക്കുലർ എൻവറോൺമെന്റിൽ കൂടുതൽ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയം നമ്മളവിടെ നോ പറയാണ്, റിപ്പീറ്റഡ്ലി നോ പറയാണ്, നീ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് കുട്ടിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അത് മാത്രമല്ല ഒരു സെൽഫ് ഡൗട്ടും ക്രിയേറ്റ് ചെയ്യും. അതായത് എന്നെ കൊണ്ട് പറ്റില്ലേ എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാവാം. അപ്പൊ അത് ഞാനീ പറയുന്നത് സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയുന്നത് കുട്ടി സ്വയം അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളതല്ല നോക്കേണ്ടത്. സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിൽ അതൊരു സെൽഫ് ഡൗട്ട് എന്നുള്ള ഒരു എലമെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പോൾ അവിടെ കണക്ഷൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പല പല രീതിയിലുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, അല്ലേ? ഇപ്പൊ കുട്ടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് പേരൻസിന്റെ സാമീപ്യവും അതുപോലെ അവർ താമസിക്കുന്ന വീടുമാണ്. അപ്പം ആ വീടിനുള്ളിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളെയും അവരെ നമ്മൾ ഭയപ്പെടുത്തുവാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടി സ്റ്റെപ്പ് കയറുമ്പോൾ വീഴെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, അതുപോലെ കുറച്ച് ഓടിക്കളിക്കുക, ചാടി കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വീഴും നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരമായിട്ട് കുട്ടിക്കൊരു ഭയമാണ് നൽകുന്നതെങ്കിൽ ആക്ച്വലി കുട്ടി കൂടുതൽ ഇൻസെക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ അവിടെ ഇൻസെക്യൂർ ആകും, അതല്ലെങ്കിൽ കുട്ടി ഓവർലി ഡിഫെൻസീവ് ആൻഡ് റെബല്യസ് ആവും. അപ്പം ഈ രണ്ട് മോഡും ആക്ച്വലി പേരൻറ്റുമായിട്ടുള്ള ഒരു ഡിസ്കണക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ പറയാതെ കുട്ടിക്ക് ഒരു സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ട് അവരുടെ നോർമൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, ആ ഒരു അപ്രോച്ച് ആയിരിക്കും പേരൻറ്റിങ്ങിൽ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത്. 1 to 3 ഇയർ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് മാതാപിതാക്കൾക്ക് കണക്ട് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഥകൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ ടൈം, ഇപ്പം ബെഡ് ടൈം സ്റ്റോറീസ് എന്നുള്ള രീതിയിലൊന്നും അങ്ങനെയൊന്നും ഫോമലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതൊരു നമ്മളപ്പോൾ ഉണ്ടാക്കുന്ന കഥകളാണെങ്കിൽ പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള കഥകളാണെങ്കിലും കുഴപ്പമില്ല. പല മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വരുമ്പം കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ പറയാറുള്ളത് ഞങ്ങൾക്ക് കഥയൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളുടെ വോയിസ് മോഡുലേഷനും നമ്മളുടെ വോയിസിൽ കഥ കേൾക്കുമ്പം കുട്ടിക്ക് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. അപ്പം അതൊരിക്കലും നമ്മൾക്കൊരു ഗാഡ്ജറ്റിന്റെ ഒരു സഹായത്തോടെ ഒരിക്കലും ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ എന്ത് കഥ പറയുന്നു എന്നുള്ളതിലല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറയുക എന്നുള്ളത് തന്നെയാണ് ആ കഥ പറച്ചിലിന്റെ ഉദ്ദേശം. ഇവിടെ കണക്ഷൻ ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളങ്ങനെ ഒരു അൺകണ്ടീഷണൽ വേയിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ വാക്കുകൾ അവർ അതിലൂടെ പഠിക്കുന്നുണ്ടാവും. ഒരു 3 വയസ്സൊക്കെയുള്ള കുട്ടിക്ക് നമ്മൾ അങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത കഥയെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഇന്ററാക്ഷൻ നല്ലതാണ്.
അങ്ങനെ ഉണ്ടാക്കും, ഇന്ററാക്ഷൻ നടത്തുമ്പം നേരത്തെ കേട്ട കാര്യങ്ങളെ അവർക്ക് അവരുടേതായ ഒരു ഫോമിൽ കൺസീവ് ചെയ്ത് അതിനെ സ്ട്രക്ചർ ചെയ്യാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ ഒരു ബ്രെയിനിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെന്ററിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് കഴിയുന്നതും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ പേരൻസ് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പല പല രീതിയിൽ കുട്ടികളുമായിട്ട് ഈ ഒരു പ്രായത്തിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു 0 to 3 ഇയർ എന്ന് സ്പെസിഫിക്കലി പറയാനുള്ള കാരണം ഈ ഒരു പ്രായത്തിലാണ് പലപ്പോഴും പേരൻസിന് കുട്ടികളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്, എസ്പെഷ്യലി 0 to 1 ഇയർ. കാരണം ആദ്യത്തെ 1 മാസമൊക്കെ കുട്ടി വെറുതെ കിടക്കുമല്ലേ, അപ്പം അതിന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പേരൻസ് ഉണ്ട്. ആദ്യത്തെ 1 മന്തിൽ കുട്ടി ഇങ്ങോട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരു കമന്ററി പോലെ പറയണത് അവരിൽ വളരെയധികം പോസിറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ബ്രെയിനിൽ അത് വളരെയധികം പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ന്യൂ സെൽഫ് ഫോർമേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു കണക്ഷൻ പല പല ഫോമുകളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യവും ശ്രദ്ധയും പേരൻസ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ. ഇതുപോലെ ധാരാളം കുട്ടികളുടെ പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോകൾ ഇനിയും നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി അതൊന്നും പ്രശ്നങ്ങളല്ല. ആക്ച്വലി നമുക്ക് വളരെ ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ നമ്മൾക്ക് കറക്റ്റ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതിനുള്ള ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ ടിപ്സ്, ചില ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ധാരാളം ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങൾക്ക് കൈമാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സുഹൃത്തുക്കളും അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഒക്കെ കൊച്ചു കുട്ടികളുള്ള പേരൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും. ഇനിയും നമ്മൾക്ക് കാണാം.